ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തിനാണ് ഈ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നത്? ബിക്കോസ് കണ്ടന്റ് ഒന്നുമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മോയ്സ്ചറൈസർ ഞാൻ ഈ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഇതൊന്നും അല്ല ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ തീർന്നപ്പോൾ വാങ്ങിയത് ഇതായിപ്പോയി. അപ്പോൾ ഞാനിതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്യാമറയിൽ നോക്കി എങ്ങനെ ഒരുങ്ങാം എന്നുള്ള ഒരു പഠനം കൂടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോയ്സ്ചറൈസർ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒരു 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതെന്തിനാണെന്ന് വെച്ചാൽ ഇത് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. വെറുതെ എന്തിനാണ് സമയം വേസ്റ്റ് ആകുന്നത്? നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. ഇത് ലിപ്സ്റ്റിക്ക് എന്തോന്നിൻ്റെയെന്ന് വെച്ചാൽ കളർ എസൻസിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ്. അപ്പം ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുന്നത് ഇങ്ങനെയാണ്. ഞാൻ 1-2 ഡോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇങ്ങനെയാണ് ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നത് ഗൈസ്. അങ്ങനെ ഞാൻ ബ്രഷ് ഒന്നും യൂസ് ചെയ്യാനല്ല, ഓൺലി കയ്യിലായിരുന്നു. ഓക്കെ ഓക്കെ ലിപ്സ്റ്റിക് ഇടുമ്പോൾ തന്നെ ആ ഒരു എന്താ ഒരു സംഭവം വരും. ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ സൺസ്ക്രീനാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ സൺസ്ക്രീനാണ്. ഡോക്ടർ സെത്തിൻ്റെ വൈറ്റമിൻ സി ഈ സംഭവമാണ്. ഓക്കെ, അപ്പോൾ സൺസ്ക്രീൻ എടുത്തിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. തിക്കായിട്ട് അപ്ലൈ ചെയ്യണം. മുടിയിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ മുടിയിലൊന്നും ആവരുത്. കെയർഫുള്ളായിട്ട് ചെയ്യുക. ഓക്കെ, നല്ല തിക്കായിട്ട് ഇട്ട് കൊടുക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾക്ക് കുറച്ചെടുത്തിട്ട് ഒന്ന് കഴുത്തിൽ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കഴുത്തിൽ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. കഴുത്തിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു പൗഡറൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ബനാന പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇൻസൈറ്റിൻ്റെയാണ്. വലിയ കോസ്റ്റ്ലി സംഭവങ്ങളൊന്നുമില്ല. ഇൻസൈറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഇതായതിനു ശേഷം ഇട്ടാൽ മതി. എന്നിട്ട് എന്താ അപ്ലൈ ചെയ്യുക, അത്ര
ഒരു 2 minutes ഒക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം. ഓക്കെ, അപ്പോൾ 2 minutes കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞു സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാം നമ്മൾ കൈ വെച്ചാണ് ചെയ്യുന്നത്. എങ്ങനെ ക്വിക്കായിട്ട് നമുക്ക് ഒരുങ്ങാം എന്നതിനെ പറ്റിയാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ഒരു വൈറ്റ് വാഷ് അടിച്ച ഒരു ലിക്കില്ലേ, കുറച്ചെടുത്ത് കഴുത്തിലും തട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര റഫായിട്ടല്ല, സ്മൂത്തായിട്ട് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, ലൈനർ വരയ്ക്കണം. അടുത്ത് നമ്മൾ ഐബ്രോ ഫില്ലിങ് ചെയ്യാം. ലൈനർ പിന്നെ വരയ്ക്കാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐബ്രോ. എനിക്ക് അത്രയ്ക്ക് നല്ല അടിപൊളി ഐബ്രോ ഒന്നുമില്ല ഗൈസ്. ഇതൊരു ടാസ്ക്കാണ് ഗൈസ്. എങ്ങനെ ക്യാമറയിൽ നോക്കിക്കൊണ്ട് വരയ്ക്കാം. പറ്റും ഗൈസ്, നമ്മളെ കൊണ്ട് പറ്റും. ഐബ്രോ ഞാൻ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ, എടുക്കാനായിട്ട് അതിനകത്തൊന്നുമില്ല. നമ്മളിങ്ങനെ കറുപ്പിച്ചു കൊടുക്കണം. വാവ്, ഓക്കെ. ഇത് കറുത്ത് പോയി. രണ്ടും രണ്ട് ഷേപ്പാണ് ഗൈസ്, അല്ല രണ്ട് പ്രശ്നമുണ്ടല്ല. ഓക്കെ ഓക്കെ, ഇനി അടുത്തെന്താ, ലൈനർ വരയ്ക്കാം നമുക്ക്. ഞാൻ കൺസീലറോ മറ്റു സംഭവമൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നാച്ചുറലായിട്ട് എൻ്റെ ഐ സ്മോക്കി ഐ ആണ് ഗൈസ്. അത് കണ്ട് ഒരു ലൈനർ വരയ്ക്കുമ്പോൾ തന്നെ അപാരമായ ഒരു സൗന്ദര്യം അനുഭവപ്പെടും. എൻ്റെ കഴിവ് ക്യാമറയിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ ലൈനർ വരയ്ക്കാനും വേണം ഒരു കഴിവ്. ഓക്കെ ഗൈസ്, എനിക്ക് കഴിവുണ്ട് ഗൈസ്. ഓക്കെ 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 ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് മസ്കാരയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. മസ്കാര ഇട്ടപ്പോൾ കണ്ണൊന്ന് വിടർന്നു ഗൈസ്. അടുത്തതായി നമുക്ക്
ഒരു കാജൽ വെച്ചിട്ട് കണ്ണിനകത്തൊന്ന് വരച്ചു കൊടുക്കാം. മുട്ടയായിട്ടിരിക്കുകയാണ് ഗൈസ്. ഇതിന് എന്തില്ല, ഈ സംഭവമില്ല മോനെ, ഇതില്ല, ഷാർപ്നെസ് ഇല്ല. അപ്പോൾ നമുക്ക് അതിന് ഷാർപ്നെസ് വരുത്തിയിട്ട് നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് തല കെട്ടിക്കൊടുക്കാം. തല കെട്ടാം. ഇനി നമ്മുടെ മനോഹരമായ കാർക്കൂന്തൽ നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കോംബ് ചെയ്യണം ഗൈസ്. കോംബ് ചെയ്തിട്ട് കണ്ടോ എൻ്റെ കാർക്കൂന്തൽ നന്നായിട്ട് കോംബ് ചെയ്ത് അതിൻ്റെ ടാങ്കിൾസ് ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ വാരിപ്പിടിച്ച് അങ്ങ് കെട്ടിവെക്കുക. വാരിപ്പിടിച്ചതാ ഇതുപോലെ അങ്ങ് കെട്ടിവെക്കുക. ഓക്കെ, മുടി ഇങ്ങനെ വാരി പിടിച്ച് കെട്ടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ദാ ഈ സംഭവം തിരക്കി ഇവിടെ മൊത്തം നടന്നു ഗൈസ്, എന്നിട്ട് കണ്ടിട്ടില്ല. കാണാത്ത എന്താ, എൻ്റെ കൈ കിടക്കുകയാണ്. പിന്നെ എങ്ങനെ കാണും? നിങ്ങൾക്ക് അങ്ങനെ പറ്റാറുണ്ടോ ഗൈസ്? കമൻറ്റ് ചെയ്യൂ. അതാണ് നമ്മുടെ ഓർമ്മശക്തി. ഞാൻ ദാ ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ മൊത്തം തിരക്കി നടന്നു. അതാണ് ഞാൻ. അപ്പോൾ നമ്മളിങ്ങനെ കെട്ടി വയ്ക്കുക. അപ്പോൾ ഫിനിഷ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്ങോട്ടാണ് ഇങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്ത് തയ്യാറായി പോകുന്നതെന്ന്. ഞാൻ പോകുന്ന വേറെ എവിടേക്കുമല്ല ഗൈസ്, ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം.